മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഒരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി നിത്യവും ആളുകളെ പല കാര്യങ്ങളും പഠിപ്പിച്ചും പോന്നിരുന്നു. ഇതിൽ അസൂയ പൂണ്ട ഒരു കുബുദ്ധിയായ മനുഷ്യൻ ആ സന്യാസിയെ ഒന്ന് പറ്റിക്കുന്നതിനും അദ്ദേഹത്തിനടുത്ത് പോയി പഠിക്കാൻ പോകുന്ന ആ ഗ്രാമവാസികളെ അദ്ദേഹത്തിൽ നിന്ന് ഒന്ന് അകറ്റുന്നതിനും വേണ്ടി ഒരു കുതന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഈ മനുഷ്യൻ ഒരു കൊച്ചു പൂമ്പാറ്റയെ, ഒരു ചെറിയ ചിത്രശലഭത്തെ തൻ്റെ കൈക്കുള്ളിലാക്കി ആ സന്യാസിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചോദിച്ചു: സന്യാസി, ഇതിലൊരു കൊച്ചു പൂമ്പാറ്റയാണ്, കൊച്ചു ചിത്രശലഭമാണ്, ഇത് ചത്തതാണോ ജീവനുള്ളതാണോ എന്ന് അങ്ങൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. സന്യാസിക്ക് മനസ്സിലായി, ജീവനുള്ളതാണെന്ന് പറഞ്ഞാൽ ഒന്ന് ഞെക്കി അതിനെ കൊന്നായിരിക്കും പുറത്ത് കാണിക്കുക, ചത്തതാണ് എന്ന് പറഞ്ഞാൽ അതിനെ ജീവനോടെ തുറന്ന് പുറത്തു വിടുകയും ചെയ്യും. സന്യാസി വളരെ കൂളായി ഉത്തരം പറഞ്ഞു: കുഞ്ഞേ, അത് ജീവനുള്ളതാണോ ചത്തതാണോ എന്നുള്ളത് നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ് നാം ഓരോരുത്തരുടെയും സാമ്പത്തിക ജീവിതവും. അത് നമ്മുടെ കയ്യിലാണ്. നമുക്ക് ബോധ്യമായ കാര്യങ്ങളെങ്കിലും നമുക്ക് കൂളായി നടപ്പാക്കിക്കൊണ്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും ആ കാര്യങ്ങളെങ്കിലും നാം അത് ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ കയ്യിലാണ് അതിരിക്കുന്നത്. നാം അത് ഉൾക്കൊള്ളുന്നുവോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം അംഗീകരിക്കൂ എന്ന് ഇവിടെ നിന്ന് ഒരിക്കലും ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ, അവനവന് ബോധ്യമായ കാര്യങ്ങൾ, അവനവൻ്റെ സാമ്പത്തിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് എന്ന് നേർചിത്രം പോലെ വ്യക്തമായി അവനവൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യമായ കാര്യങ്ങൾ നാം ഉൾക്കൊള്ളുന്നുവോ എന്നുള്ളിടത്താണ്. അത് നമ്മുടെ കയ്യിലാണ്, നാം ഓരോരുത്തരുടെയും കയ്യിലാണ്. ആ കുട്ടിക്കാലം മുതലേ കേട്ട പാസ്റ്റ് കണ്ടീഷനിങ് ആണ് ഒരാളുടെ സാമ്പത്തിക നില നിശ്ചയിക്കുന്നത്. കുട്ടിക്കാലം മുതലേ കേട്ട കാര്യങ്ങൾക്ക് ഒരേ ഒരു മറുമരുന്നാണ്, ഒരേ ഒരു ആൻറ്റിഡോട്ടാണ് ആ നിത്യവും ഈ കാര്യങ്ങൾ കേൾക്കുന്നത്, ഹെറ്ററോസെക്ഷൻ കേൾക്കുന്നത്. അവിടെയാണ് അത് നമ്മളത് ആവർത്തന വിരസതയില്ലാതെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ഒരു കോച്ചിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആ കോച്ചിൽ നിന്ന് നിത്യവും കേൾക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് സ്വയം തിരിച്ചറിഞ്ഞതിന് ശേഷം അത് നാം ഉൾക്കൊള്ളുന്നുവോ ഇല്ലയോ അത് നിങ്ങളുടെ കയ്യിലാണ്, അത് ഓരോരുത്തരുടെയും കയ്യിലാണ്. സാമ്പത്തിക ഭാവി അവനവൻ്റെ കയ്യിലാണ്. കോച്ച് ഒരു വഴികാട്ടിയാണ്. ആ കോച്ചിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് സത്യവും യാഥാർത്ഥ്യവുമാണെന്ന് അവനവന് ബോധ്യമാകുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നിരന്തരം നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഏതൊരാൾക്കും ആഗ്രഹിക്കുന്ന അത്രയും സാമ്പത്തിക ശേഷി ആർജിക്കാൻ കഴിയും. ആഗ്രഹിക്കുന്നതിന് അപ്പുറമുള്ള സാമ്പത്തിക ശേഷി ആർജിക്കാൻ കഴിയും. ലോകത്തെ ഏത് മേഖലയിലെയും 10% വിജയികൾ പരിശീലനം തുടർന്നവരാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും, നമുക്ക് ആവർത്തന വിരസത തോന്നിക്കും, അല്ലെങ്കിൽ പല ഒഴിവ് കഴിവുകളും തടസ്സവാദങ്ങളും വരും. ആ തടസ്സവാദങ്ങളൊന്നുമില്ലാതെ, അവിടെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, സത്യമെന്നും യാഥാർത്ഥ്യമെന്നും അവനവൻ്റെ സാമ്പത്തിക ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യമെന്നും അവനവന് ബോധ്യമായ കാര്യങ്ങൾ അവനവൻ്റെ മനസാക്ഷിക്കും അവനവൻ്റെ യുക്തിക്കും അവനവനുള്ള ബുദ്ധി കൊണ്ടും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അത് തുടർന്നു കൊണ്ടുപോവുക. എല്ലാ ഒഴിവ് കഴിവുകളും തടസ്സങ്ങളും തടസ്സവാദങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അത് നിൻ്റെ കയ്യിലാണെന്നുള്ള ആ സന്യാസിയുടെ വാക്യം ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് അവനവൻ്റെ ജീവിതത്തോടുള്ള ഉത്തരവാദിത്തം, അവനവൻ്റെ സാമ്പത്തിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അവനവൻ ഏറ്റെടുക്കുക. കോച്ച് പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് നോക്കുക. എല്ലാ വിജയികളും കോച്ചിന് കീഴിൽ പരിശീലനം തുടരുന്നവരാണ്. കളത്തിലുള്ള എല്ലാവരും, എല്ലാ പ്ലെയേഴ്സും കളത്തിലുള്ള അത്രയും കാലം കോച്ചിനൊപ്പമാണ്. അതിൽ ആവർത്തന വിരസതയില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ന് രാവിലെയും ഓർമ്മിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന അത്രയും സാമ്പത്തികം നേടാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിനും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളെക്കാളും അറിവ് കുറഞ്ഞ, കഴിവ് കുറഞ്ഞ, വിദ്യാഭ്യാസം കുറഞ്ഞ, കഠിനാധ്വാനം ശീലം കുറഞ്ഞ ആളുകളും നിങ്ങളെക്കാളും 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് സമ്പത്ത് നേടുന്നവർ ഈ ലോകത്തുണ്ട്. 1000 മടങ്ങ് സമ്പത്ത്. നിങ്ങളെക്കാളും അറിവും കഴിവും വിദ്യാഭ്യാസവും കഠിനാധ്വാന ശീലവും കുറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ പണം നേടുന്നവരുണ്ട് ഈ ലോകത്ത്. ആ 10% ധനിക ഗണത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. സോ നിങ്ങൾക്കും കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലായ കാര്യങ്ങൾ, നിങ്ങൾ സ്വയം ശരിയെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ, ശരിയെന്ന് അറിഞ്ഞ കാര്യങ്ങൾ, മറ്റ് അവിവേകികളുടെ പാഴ്വാക്കുകൾക്ക് കാതുകൊടുക്കാതെ അവനവൻ്റെ സാമ്പത്തിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അവനവൻ ഏറ്റെടുക്കുക. കോച്ചിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളും സത്യമെന്നും യാഥാർത്ഥ്യമെന്നും ബോധ്യമുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കിക്കൊണ്ടേ മുന്നോട്ട് പോവുക. നമുക്കിവിടെ എല്ലാം ഈസിയായി നടപ്പാക്കിക്കൊണ്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
ഒരു മലമറിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മുന്നിലില്ല. വളരെ ഈസിയായി, സിമ്പിളായി ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി നടപ്പാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും നടപ്പാക്കി കൊണ്ടുപോയാൽ വിജയം സുനിശ്ചിതമാണ്. സാമ്പത്തിക വിജയം സുനിശ്ചിതമാണ്. അത് ചിലപ്പോൾ മെല്ലെ മെല്ലെയോ ചിലപ്പോൾ അത്ഭുതം പോലെയോ തന്നെ മാറിയേക്കാം. അതൊക്കെ തന്നെയാണ് ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണത്. ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് എൻ്റെ കയ്യിലാണെന്ന് തീരുമാനിച്ചുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും.